കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവായ സന്തോഷിനെ കൊലപ്പെടുത്തിയ പ്രതികളെ പിടികൂടാൻ കഴിയാതെ പോലീസ്. അന്വേഷണത്തിനായി രൂപീകരിച്ച പ്രത്യേക സംഘം അന്വേഷണം കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വ്യാപിപ്പിക്കുകയാണ്. ജില്ലകളിൽ പരിശോധന തുടരുകയാണ്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത്, ഈ കൊലപാതകത്തിന്റെ വിവരം പുറത്തു വന്ന ഉടനെ തന്നെ ആരാണ് ഇതിന് പിന്നിൽ എന്നത് സംബന്ധിച്ചും പോലീസിന് വ്യക്തത വരുന്നുണ്ടായിരുന്നു. പിന്നീട് പ്രതികളെ പിടികൂടാനുള്ള ശ്രമം, തൊട്ടരികെ പ്രതികളിലേക്ക് എത്താനുള്ള ശ്രമത്തിനിടെ പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നതുമൊക്കെ നമ്മൾ കണ്ടു. എങ്ങനെയാണ് തുടർന്ന് ഈ പ്രതികൾക്ക് വേണ്ടി പോലീസ് വലവിരിക്കുന്നത്? റിജിത്ത്, 5 വർഷത്തെ കുടിപ്പകയ്ക്കൊടുവിൽ നടന്ന നിഷ്ഠൂരമായ ഒരു കൊലപാതകം. ആ കൊലപാതകത്തിന്റെ ഒരു ഗുണ്ടാ നേതാവിനെ കൊലപ്പെടുത്തുന്നു. ഒരാൾക്ക് പരിക്കേറ്റ് അയാൾ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഇത്രയും നിഷ്ഠൂരമായ ഒരു സംഭവം നടന്നിട്ടും 24 മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് പോലീസ് ഉള്ളത്. ഇത് വലിയ രീതിയിൽ പോലീസിന് പേരുദോഷം ഉണ്ടാക്കുകയും ചെയ്തു. കാരണം ഈ പ്രതികൾ ആരൊക്കെ എന്നുള്ളത് സംബന്ധിച്ചുള്ള എല്ലാ വിശദമായ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പ്രതികളെത്തിയ വാഹനം ഉൾപ്പെടെ ലഭിച്ചു. എന്നിട്ടും പ്രതികളിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രതിയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളും ലഭിച്ചു. പരിക്കേറ്റ് കഴിയുന്ന അനീർ കഴിഞ്ഞ ദിവസം തന്നെ തന്നെ ആക്രമിച്ചത് അലുവ അതുലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണെന്ന് കൃത്യമായി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പോലീസ് കൃത്യമായി പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ്. ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. എന്നാൽ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പല പോലീസുകാർക്കും ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സിറ്റി റൂറൽ ലിമിറ്റിലുള്ള പോലീസുകാരല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പ്രതികളിലേക്ക് ട്രേസ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചേരാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടുമെന്നാണ് പോലീസ് പറഞ്ഞിരുന്നതെങ്കിലും അത്തരത്തിലേക്ക് ഒരു സംഭവത്തിലേക്ക് എത്താൻ കഴിയില്ല. എന്നാൽ ഇന്ന് പ്രതികളെ പിടികൂടിയേക്കുമെന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. അത് മുഖം രക്ഷിക്കാൻ വേണ്ടി പോലീസ് പറയുന്നതാണോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണത്തിന് പോലീസിന്റെ പ്രതികളെത്തിയ വാഹനം ഉൾപ്പെടെ എല്ലാ വിശദമായ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഗുണ്ടാ കുടിപ്പക തന്നെയാണ് കൊലപാതകത്തിന് കാരണമെന്നുള്ള കാര്യവും വ്യക്തമായിട്ടുണ്ട്. പ്രതികളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പ്രതികൾ എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ കൃത്യമായി ഗുണ്ടാ സംഘങ്ങളിൽപ്പെട്ട ആളുകളാണ്. ഇവരുമായി ബന്ധമുള്ള ആളുകളെ, വാഹനം വാടകയ്ക്കെടുത്ത ആളുകളെ എല്ലാം തന്നെ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇനി ഇവരിലേക്ക് എത്തിച്ചേരേണ്ട പ്രതികളെ പിടികൂടുക എന്നുള്ളത് മാത്രമാണ് പോലീസിന് മുന്നിലുള്ളത്. അതേസമയം ഇന്ന് ജിം സന്തോഷിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ പ്രതികളെ പിടികൂടിയേക്കുമെന്നും ഒരു സൂചന ലഭിക്കുന്നുണ്ട്. സുരേന്ദ്രൻ കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലൊക്കെ പ്രതികൾക്ക് വേണ്ടിയുള്ള പരിശോധന നടക്കുന്നുണ്ട്. പ്രതികൾ ആരാണ് എന്ന കാര്യം തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അവരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, അവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 24 മണിക്കൂറിനകം പിടികൂടും എന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം.